നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന കോച്ചാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം, ശരിയായ താരം. ഇന്ന് കൊച്ചിയിൽ നടന്ന കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജാംഷഡ്പൂർ FC-യെ 2 ഗോളുകൾക്ക്, എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. മലയാളി താരങ്ങൾ ഗോളടിച്ചു. നിഹാൽ സുധീഷ് 12ാമത്തെ മിനിറ്റിൽ, 36ാമത്തെ മിനിറ്റിൽ വിപിൻ മോഹനൻ. അങ്ങനെ മലയാളി താരങ്ങൾ ഏകപക്ഷീയമായി ഗോളടിച്ച് 2 ഗോളടിച്ച് ബ്ലാസ്റ്റേഴ്സ് ഒരു കളി ജയിച്ചിരിക്കുന്നു. അതും കൊച്ചിയിൽ. ഈ സീസണിലെ ആദ്യത്തെ ജയമാണ്. 10 കളികളിൽ ഇപ്പോൾ 10 പോയിൻ്റ് ഉണ്ട്. നേരത്തെ 6 കളികളിൽ 1 പോയിൻ്റായി ഇഴയുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോഴാണ് ഡേവിഡ് കറ്റാലെ എന്ന കോച്ചിനെ മാറ്റി ആഷ്ലി വെസ്റ്റ്വുഡിനെ കൊണ്ടുവരുന്നത്. അതിനുശേഷം കഴിഞ്ഞ 3 കളികളിൽ ബ്ലാസ്റ്റേഴ്സ് നേടിയത് 7 പോയിൻ്റാണ്. 2 ജയമുണ്ട് അതിൽ. ആദ്യം 6 കളികളിൽ ഒരു ആശ്വാസ സമനില, 1 പോയിൻ്റ് കിട്ടിയതാണ് എന്നിരിക്കെ കഴിഞ്ഞ 4 കളികളിൽ 2 ജയമാണ്, 1 സമനിലയും. അങ്ങനെ 7 പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ 10ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നു. ചാമ്പ്യന്മാരാകാനൊന്നും പോകുന്നില്ല, പക്ഷെ മെച്ചപ്പെട്ട നിലയിലേക്ക്, ആത്മാഭിമാനം നിലനിർത്തുന്ന നിലയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് വന്നു. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗംഭീരമായ കളിയിൽ ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന കോച്ചിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. കളിക്കാരിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ആത്മവിശ്വാസം, കളിയിലെ തന്ത്രങ്ങളിലെ മാറ്റങ്ങൾ, ചില കളിക്കാരെ മാറ്റി പുതിയ കളിക്കാരെ കൊണ്ടുവന്നത്, അങ്ങനെ പല നിർണായകമായ കാര്യങ്ങളും നടന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ശരിയായ നിലയിൽ തിരിച്ചെത്തിയിരിക്കുന്നത്, വിജയപാതയിലെത്തിയിരിക്കുന്നത്. ഇന്ന് കൊച്ചിയിൽ നടന്ന കളിയിൽ, കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ എല്ലാ അർത്ഥത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് മികച്ചു നിന്നത്. ആദ്യ പകുതിയിൽ തന്നെ 2 ഗോൾ അടിച്ചു, അത് മലയാളി താരങ്ങൾ തന്നെ അടിച്ചു. അതേസമയം 84ാമത്തെ മിനിറ്റിൽ, കളിയുടെ 84ാമത്തെ മിനിറ്റിൽ സ്റ്റീഫൻ ഈസ, ഇവരുടെ ക്യാപ്റ്റൻ, ജാംഷഡ്പൂരിൻ്റെ ക്യാപ്റ്റൻ, ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായിരുന്നു. പക്ഷേ അതൊന്നും കളിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരുന്നില്ല. പിന്നീട് 6 മിനിറ്റായിരുന്നു കളി ഉണ്ടായിരുന്നത്. 2 ഗോളിന് പിറകിലായിരുന്നു ജാംഷഡ്പൂർ FC. എന്തായാലും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് നല്ല ഗംഭീര കളിയാണ് കളിച്ചത്. ആരാധകർക്ക് അഭിമാനകരമായ രീതിയിലാണ് കളിച്ചത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വെസ്റ്റ്വുഡിൻ്റെ വരവാണ്, ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ വരവാണ് എന്നതിൽ തർക്കമില്ല. തീർച്ചയായിട്ടും ആഷ്ലി വെസ്റ്റ്വുഡ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ താരം.